നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്, ന്യൂമറോളജിസ്റ്റ് ആൻഡ് വാസ്തു കൺസൾട്ടൻറ്റ്. ന്യൂമറോളജിക്ക് തുല്യമായ രീതിയിൽ പ്രോണോളജി എന്ന ശാസ്ത്രശാഖ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാരിലും. കഴിഞ്ഞ ദിവസം മാർക്കോയുടെ വീഡിയോ ചെയ്തു. ഒരു 12 ദിവസമായി. മാർക്കോ വീഡിയോ അത്യാവശ്യം കുറച്ച് ആൾക്കാരിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കാരണം വാട്സപ്പിലൂടെ ഓരോരോ മെസ്സേജൊക്കെ എനിക്ക് വരാറുണ്ട്, കോണ്ടാക്റ്റ് വരാറുണ്ട്. കമൻറ്റ് ബോക്സ് എനിക്ക് നോക്കുവാൻ സമയം കിട്ടത്തില്ല. ഇപ്പോൾ 12 ദിവസം കൂടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. കാരണം സമയത്തിൻ്റെ അപര്യാപ്തത തന്നെയാണ്. പിന്നെ അതിലുപരിയായിട്ട് വെറുതെ വായിത്തൊന്ന് വിളിച്ചു പറയാനുള്ളതല്ലല്ലോ. ഇതൊരു ശാസ്ത്രശാഖയല്ലേ, പഠന ക്ലാസ്സല്ലേ. ഈ ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് തെറ്റായ മെസ്സേജ് തരുവാൻ സാധിക്കത്തില്ല. നമ്മൾക്കിവിടെ രാഷ്ട്രീയമോ മതപരമായ ഒരു ചർച്ചയുമില്ല, ആരെയും കുറ്റവും പറയത്തില്ല. റീച്ച് കിട്ടാനാണെങ്കിൽ എന്തെല്ലാം പറയാം, അതല്ല. ഇതൊരു പഠന ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ അതേ ഗൗരവത്തിൽ മാത്രമേ ഈ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. താല്പര്യമില്ലാത്തവർ ആരും, അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വന്ന് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാൽ തക്കതായ മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പിന്നെ ഒളിച്ചും പാത്ത് നിന്നുകൊണ്ടൊന്നും ഒരു നെഗറ്റീവ് കമൻറ്റും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇരുട്ടിൻ്റെ സന്താനമല്ലാതെ പ്രഭാത സൂര്യൻ്റെ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിലേക്ക് വരൂ. അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസൊക്കെ ചെന്ന് പറയുന്നവർ വേറെ വല്ലോ ചാനലിൽ ചെന്ന് പറയുക. ഓക്കെ, താങ്ക് യു. പിന്നെ കഴിഞ്ഞ ദിവസം വളരെ സോഫ്റ്റായ രീതിയിൽ ഒരു വ്യക്തി കമൻറ്റ് ചെയ്തു. മാർക്കോയുടെ വീഡിയോ കണ്ടിട്ടാണ്. സാരമില്ല, വിധി എന്നോർത്ത് സമാധാനിക്കുക. ഒരു നല്ല കാര്യമാണ്. ഒരു നെടുനിശ്വാസം അതിൽ ഞാൻ കണ്ടു. ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ടില്ല. ഐ ഡ്രോപ്പ് മ്യൂസിക് എന്നാണ്. ഐ ഡ്രോപ്പ് മ്യൂസിക്. ഐ ഡ്രോപ്പ് മ്യൂസിക്കിൽ 12 ലെറ്റേഴ്സ് ഉണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം. പേരിൻ്റെ വാല്യൂ 49. 49ഉം 12 കൂടി കൂട്ടുമ്പോൾ 61. 6 1 7 ഉണ്ടോ. 7ൻ്റെ പ്രാധാന്യം നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട്. ഇദ്ദേഹം ആക്ച്വലി അതെന്താ, വിധിയെന്നോർത്ത് ആശ്വസിക്കുക, സമാധാനിക്കുക എന്നാണ്. സമാധാനിച്ചു കൊള്ളാമെന്നല്ല, അത് നെഗറ്റീവാണ്. ഇത് സമാധാനിച്ചു കൊള്ളാം. ഒരു നെടുവീർപ്പാണ് അതിൽ കാണുന്നത്. ഹെൽപ്ലെസ് എന്നുകൂടി അർത്ഥമെടുക്കാം. ഈ 61 വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്കറിയില്ല, മ്യൂസിക്കുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടാകും. ഇദ്ദേഹം സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നയാളാണ്. നല്ല നല്ല സുഹൃത്തുക്കളെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഡേ ഡ്രീംസ്, ദിവാസ്വപ്നം കാണുവാൻ സാധ്യതയേറെയാണ്. അതായത് പ്രാക്ടിക്കൽ ലൈഫിൽ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുവാൻ സാധിക്കാത്ത വ്യക്തിയാണ് ഈ ഐ ഡ്രോപ്പ് മ്യൂസിക്. അതുകൊണ്ടാണല്ലോ എന്തൊക്കെയോ പ്രയാസങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ദീർഘനിശ്വാസം എന്ന രീതിയിൽ അങ്ങനെ ആശ്വസിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ പറയുന്നത്. സമാധാനമായിട്ടിരിക്കുക. ഇദ്ദേഹത്തിന് ഈ സഞ്ചാരം ഇഷ്ടമായിരിക്കും. അദ്ദേഹം ആരാണെന്നറിയില്ല. നിങ്ങൾ ഇത് പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. 61ൻ്റെ പ്രത്യേകതയാണ്. വിശദമായിട്ട് പറയുന്നില്ല, ബ്രീഫായിട്ടാണ് പറയുക. മിക്കവാറും ഇദ്ദേഹം ഏതെങ്കിലും വാട്ടർ പ്രസൻസിൻ്റെ അടുത്തായിരിക്കും താമസിക്കുന്നത്. വാട്ടർ പ്രസൻസ് മീൻസ് കിണറല്ലാതെയുള്ള വാട്ടർ, കുളം അല്ലെങ്കിൽ തോട്, അങ്ങനെ എന്തെങ്കിലും, സീഷോർ, കടൽ തീരം, അങ്ങനെ എന്തെങ്കിലും ഉള്ള സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. ഐ ഡ്രോപ്പ് എന്നതിൽ എന്താണ്, കണ്ണുകളിൽ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ മെഡിസിൻ ഒഴിക്കുന്നതല്ലേ ഐ ഡ്രോപ്സ്. അദ്ദേഹത്തിൻ്റെ പേരിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം ഉണ്ടാകും എന്ന് അദ്ദേഹത്തോടായിട്ട് പറയുകയാണ്. നിങ്ങൾ 61 നിങ്ങളുടെ പേരിലേക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. നമുക്കിന്നത്തെ വീഡിയോ ബോച്ചയെക്കുറിച്ചാണ്. ബോച്ച ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ടും അറിയാം. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് നമ്മൾ വിളിക്കുന്നത് എന്താ, ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂരിൻ്റെ BO ബോ, ചെമ്മണ്ണൂരിൻ്റെ CHE, അതാണല്ലോ ബോച്ച എന്ന് അറിയപ്പെടുന്നത്. ബോബി ചെമ്മണ്ണൂരിൽ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 13 ലെറ്റേഴ്സ് ഉണ്ട്. 13ൻ്റെ നമ്പർ പ്രത്യേകത അറിയാം. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സൈക്കിക് നമ്പറാണ്.
നിങ്ങളുടെ പേരിൽ 13 വന്നാൽ യു ഹാവ് സം സ്പെഷ്യാലിറ്റീസ്. യു ആർ തിങ്കിങ് ഡിഫറൻറ്റ്. സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല, അല്പം വ്യത്യസ്തത അതിൽ കാണും. അതാണ് സൈക്കിക് എന്ന് പറയുന്നത്. സൈക്കിക് എന്ന് വെച്ചാൽ നിങ്ങൾ മാനസരോഗി എന്ന് ചിന്തിക്കരുത്. അവരുടെ ചിന്താരീതി അങ്ങനെയായിരിക്കും. ആലോചിച്ച് നോക്കിക്കേ, സുമുഖനായ അദ്ദേഹം ചട്ടയും മുണ്ട് കൊടുത്തല്ലേ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇല്ല. അതാണ് 13ൻ്റെ പ്രത്യേകത. കാരണം രാഹു എന്ന 13 മീൻസ് 4 രാഹു എന്ന മായാഗ്രഹത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. എല്ലാ പ്ലാനറ്റും റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഈ രാഹു നേരെ ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നത്. അത് ജ്യോതിഷം പഠിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇവർക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാൻ ആഗ്രഹമുണ്ട്. അധികാരം കിട്ടിയാലും അദ്ദേഹം ഒരു പരിധിവരെയും നേരമ്പോക്കിലൂടെ ആയാലും പല പല ക്രിയകൾ കാണിച്ചുകൊണ്ടൊക്കെ അല്പം വ്യത്യസ്തത കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർക്ക് യാദൃശ്യമായിട്ടാണ് പല പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്നത്. വളരെ യാദൃശ്യമായിട്ട്. ഇപ്പോൾ യാദൃശ്യമായിട്ടാണല്ലോ അദ്ദേഹം ജയിലിലേക്ക് പോയത്. അദ്ദേഹത്തെ പോലെ അദ്ദേഹം ആക്ച്വലി ഒരു സെമി കിങ് ആണ്. ഭാഗ്യമായ കിങ് തന്നെയല്ലേ. ആ കിങ് കണ്ടോ ഇപ്പം ജയിലിൽ കിടക്കുന്നത്. നിങ്ങളുടെ പേരിൽ 13ൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. നമ്മളിപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. ഇതിലൂടെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം, അവരെ അറിയിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം വരും. ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ പേരിൽ 7 എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും 7, ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ എത്രയായി പ്രായം? ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ജയിലിലേക്ക് കയറിയത്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഊറ്റം കൊള്ളണ്ട, ഇന്നേ വരെ ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് വെച്ച്. കഴിഞ്ഞിടയ്ക്കായിട്ട് എനിക്ക് ഏറ്റവും വളരെ സ്ട്രൈക്ക് ചെയ്തതാണ് സിദ്ദിഖ് എന്ന നടൻ്റെ കാര്യം. അദ്ദേഹവും കോടതിയും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ സുപ്രീം കോടതിയിൽ നല്ല എമൗണ്ട് ചെലവഴിച്ചതിന് ശേഷമാണല്ലോ രക്ഷപ്പെട്ടത്. അപ്പം നിങ്ങൾ അതുകൊണ്ട് തൽക്കാലം ഊറ്റം കൊള്ളണ്ട, ആരെയും ഭയപ്പെടുത്തുമല്ല. ഭയപ്പെടാനുള്ളവർ ഈ വീഡിയോ ചാനൽ കാണുകയും ചെയ്യേണ്ട. ഇതൊരു സയൻസാണ്, നിഗൂഢശാസ്ത്രമാണ്, എല്ലാവരിലേക്കും എത്തിച്ചേരാത്തൊരു സയൻസ് എന്നിലൂടെ അടുത്തൊരു തലമുറയ്ക്ക് പകർത്തിയാണ്. ആക്ച്വലി നിങ്ങൾക്കല്ല, നിങ്ങളുടെ സന്താനങ്ങൾക്കാണിത് ഫലത്തിൽ വരുന്നത്. ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിൻ്റെ അക്ഷരം വാല്യൂ 47 എന്നാൽ 4, 7, 11, 11, 20, 29 നിങ്ങളുടെ പേരിൽ വന്നാൽ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നും ചതി. ഒരുപക്ഷെ പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാകും. എതിർ ലിംഗത്തിൽ നിന്നും ചതി. ഇപ്പോൾ ഹണി റോസ് അദ്ദേഹത്തെ ചതിച്ചല്ലോ. കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ നല്ല സ്നേഹത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത്രയുള്ള ആൾ പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു ചതി തന്നെയാണ്. അതുകൊണ്ട് നേടിയെടുത്തവ പലതും നഷ്ടപ്പെടും. അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും. അങ്ങനെ അങ്ങേരുടെ ഇമേജ് ഒരു പരിധി വരെയും കുറഞ്ഞു. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇമേജ് പോയോ? അദ്ദേഹത്തെ പോലെ റോയൽ കിങ്ങായിട്ട് ജീവിക്കേണ്ട ആൾ ഒരു ജയിലിൻ്റെ ഒരു സെല്ലിനകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ 47ൻ്റെ പ്രത്യേകതയാണ്. 47 മീൻസ് 2. ധാരാളം കഷ്ടതകൾ, പരീക്ഷണങ്ങളൊക്കെ ഈ 47 അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ രണ്ടും അതിൻ്റെ ഗുണിതങ്ങളും വന്നാൽ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും. ഇവർക്ക് ചതി വഞ്ചനയൊക്കെ അറിയാതെയാണ് വരുന്നത്. ഇവരറിയുന്നില്ല. ഇവരോടൊപ്പം നടക്കുന്നയാളായിരിക്കും ഇതൊക്കെ ചതിക്കുന്നത്. അപ്പം ബോബി ചെമ്മണ്ണൂരല്ല, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി 47 അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13ഉം 47ഉം കൂടി ചേരുമ്പോഴെത്രയാണ്? 60. 60 മീൻസ് ശുക്രൻ. വളരെ ആക്റ്റീവല്ലേ അദ്ദേഹം? നല്ല ആക്റ്റീവ്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ നമ്പർ 1104 6 എപ്പോഴും ആക്റ്റീവായിരിക്കും ഞങ്ങളെല്ലാവരും തന്നെ. ഈ ഉറക്കമൊന്നുങ്ങളായിരിക്കില്ല. അപ്പോൾ 6ൻ്റെ സാന്നിധ്യം 3-ാം തീയതി ജനിച്ചവർക്ക് മാത്രം ചില പ്രത്യേക നമ്പർ, 3-ൽ തന്നെ ചില പ്രത്യേക നമ്പറുകാർക്ക് 6 അത്ര സുഖമല്ല. എന്നാൽ 42 വന്നാൽ കുഴപ്പമില്ല. 42 വന്നാൽ കുഴപ്പമില്ല. 33 ഒക്കെ വന്നാൽ കുഴപ്പമാണ് 3-ാം തീയതി ജനിച്ചവർക്ക്. നിങ്ങൾ ആ നമ്പറിലേക്കൊന്നും പോകരുത്. ഇദ്ദേഹം ഇത്രയൊക്കെ ആക്റ്റീവായിട്ടും അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്? 13. അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ്നെസ്, ചടുലത, ചെറിയവർക്ക് വ്യത്യസ്തമായ രീതിയിൽ പോയി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ ഡബിൾ മീനിങ്ങിലൊക്കെ പറയുന്നത്. നേരം പോക്കായിട്ടാണ് പറയുന്നത്. ആ 13 അദ്ദേഹത്തെ ഈ രീതിയിൽ ആക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ആക്റ്റീവ് ആണെന്നുള്ളതിൻ്റെ രീതിയിലാണ് 2014 812 കിലോമീറ്റർ ഓടിയതായിട്ട് നമ്മളൊരു റെക്കോർഡ് കണ്ടായിരുന്നല്ലോ. അത് ആ പ്രായത്തിൽ ആയിട്ട് പോലും 50 വയസ്സല്ല 48ാമത്തെ വയസ്സിലല്ലേ 50 വയസ്സിനടുത്ത് വന്നപ്പോഴും അദ്ദേഹം 812 കിലോമീറ്ററാണ് ഓടിയത്. അതും ആ നമ്പർ 60 ആണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ 6ൻ്റെയും മറ്റുള്ള അതിൻ്റെ 6, 15, 24, 33 വന്നാൽ വളരെയേറെ ഗുണം ചെയ്യും. നൂതന ആശയങ്ങളും ഉണ്ടാകും. ഒരു പരിധിവരെയും കലാപരമായ കഴിവ് കൂടി ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ പേര് അയ്മന അജിത്തിനകത്ത് 33 വന്നത് 336. ഇപ്പോൾ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുതരം കലയാണല്ലോ. സ്റ്റേജിൽ തന്നെ കയറണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ വരണമെന്നില്ലോ. ഇതൊരു കലയാണ്, 6ൻ്റെ സ്വാധീനമാണ്. നിങ്ങൾ മക്കൾക്കൊക്കെ പേരിടുമ്പോൾ അവർ ജനിച്ച ഡേറ്റൊക്കെ 6 ആണെങ്കിൽ, കലാപരമായ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പേരിലൊന്ന് മോഡിഫൈ ചെയ്താൽ അവർ കുട്ടികൾക്ക് കൊള്ളാം. ഈ 60ഉം 13ൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് ചതി വരാം, അപകടം മരണം, യാത്രവേളകളിലൊക്കെ ഒരു അല്പം ദൂഷ്യം ഉണ്ടാകും. ഉണ്ടായിട്ടില്ല, ഉണ്ടാകാതിരിക്കട്ടെ. ഒരു മനുഷ്യനും അങ്ങനെ യാതൊരു അപകടവും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ പേരിൽ ചില ഹിഡൻ കാര്യങ്ങൾ, പോയിൻറ്റ്സ് ഉണ്ട്. അതിനും അദ്ദേഹത്തിന് ഒന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ദേഹോപദ്രവം എല്ലാം ഉണ്ടാകാം. ഇനി ഇദ്ദേഹത്തിൻ്റെ പേര് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ ബോച്ച എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്താണ് വിളിക്കുന്നത്? ബോബി എന്നാണ്. ബോബിയിൽ എത്ര ലെറ്റേഴ്സാണ്? 4 ലെറ്റേഴ്സ്. 4 വീണ്ടും വന്നിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനകത്ത് 13 ലെറ്റേഴ്സ്, അവിടെ 4 ഉണ്ട്. ഈ ബോബിയിൽ 4 ആണ്. അത് അദ്ദേഹത്തെ വീണ്ടും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളാണ് വിളിക്കുന്നത്. നമ്മളെപ്പോലെ അന്യരായ ആൾക്കാർ, പരിചയമില്ലാത്ത ആൾക്കാർ ബോച്ച എന്ന് വിളിക്കും, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് വിളിക്കും. അപ്പം ബോബിമാർക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതി ഉണ്ടാകും. ബോബിയുടെ ന്യൂമറിക്കൽ വാല്യൂ 12, BOBY 12 ആണ്. 12ഉം അക്ഷരങ്ങളുടെ എണ്ണമായ 4 കൂടി കൂടുമ്പോൾ എത്രയാണ്? 12, 4, 16 ഉണ്ടോ? 7ൻ്റെ സാന്നിധ്യം, പ്രസൻസ്. 7 എപ്പോഴും എന്തെങ്കിലും പണി കാണിക്കും. വിഭിന്ന സ്വഭാവമല്ലേ 4ൻ്റെ? അതായി ചട്ടയും കൊണ്ട് കൊടുത്ത് നടക്കുന്നത്. മുമ്പേ പറഞ്ഞല്ലോ. ഇവർക്ക് ഈ 16 വരുന്നതിൻ്റെ പേരിൽ, 4 വരുന്നതിൻ്റെ പേരിൽ ആക്ച്വലി അതായത് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവർക്ക് കാണത്തില്ല. ഇഷ്ടംപോലെ ആരാധകരുണ്ടാവും, ഫാൻസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. പക്ഷേ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഇനി ബോച്ചയുടെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒന്നും ഇവിടെ ഒന്നും പറയണ്ട. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റിയല്ല പറയുന്നത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിനോട് എല്ലാവർക്കും ആത്മാർത്ഥത ഇല്ല. അവർക്ക് മറ്റുള്ള എന്തെങ്കിലും ഒരു സെൽഫിഷസ് കാണും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൂട്ടുകൂടുമ്പോൾ. കാരണം ആ 4 അവിടെ കിടക്കുന്നത്. 4കാർക്ക് ഇങ്ങനെ ഉണ്ടാകും. നിങ്ങളുടെ പേരിൽ 4 ഉണ്ടെങ്കിൽ 4, 13, നിങ്ങൾ ഇനി ജനിച്ച ഡേറ്റ് 4-ാം തീയതി ആണെങ്കിൽ, 13-ാം തീയതി ആണെങ്കിൽ, 22-ാം തീയതി ആണെങ്കിൽ, 31-ാം തീയതി ആണെങ്കിൽ ധാരാളം സുഹൃത്തുക്കൾ കാണും നിങ്ങളുടെ സമ്പത്തിൻ്റെയൊക്കെ പേരിൽ. പക്ഷേ നിങ്ങളൊന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഇനി 12. ബോബിയുടെ വാല്യൂ എത്രയാണ്? 12 ആണ്. 12 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലും 12 വന്നാൽ മറ്റുള്ളവരാൽ ചതിക്കപ്പെടും. ദേഴ്സ് എ ചീറ്റിംഗ് ചാൻസ്. മറ്റുള്ളവരാൽ. ഇപ്പം അദ്ദേഹം ചതിക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം എന്തും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ക്രിയകളെപ്പറ്റി എടുക്കേണ്ടത് നമുക്ക് ഈ നമ്പറിൻ്റെയും പേരിൻ്റെയും മാത്രമാണ് എടുക്കുന്നത്. വാർത്തയിൽ കണ്ടതാണ് ഹണി റോസ് എറണാകുളത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തെന്ന്. അത്രയ്ക്കുള്ള വിഷയമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇങ്ങനെ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ രഹസ്യ ചർച്ച നമ്മൾ വാർത്തയിൽ കണ്ടതാണ്. അതും ചതിയല്ലേ? അവർ തമ്മിൽ 20 വർഷത്തെ ബന്ധമുണ്ടായിരുന്നുവെന്നും ഹണി റോസ് പറഞ്ഞിട്ടുണ്ട്. ഹണി റോസിന് ഇങ്ങനെ ഒരു മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾക്കറിയില്ല. ഹണി റോസ് പറഞ്ഞതേ നമുക്കറിയാവുള്ളൂ. ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ എനിവേ അദ്ദേഹം ചതിക്കപ്പെട്ടു. ആ 12ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ 12 കൊണ്ട് സൂക്ഷിക്കുക. ഇപ്പോൾ ഇത് ഓർക്കും, ഇതെല്ലാം തൊടുന്നതെല്ലാം കുഴപ്പമാണല്ലോ നിങ്ങൾ ചിന്തിക്കും. അതെ, കുഴപ്പമാണ്. നല്ല പേരിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ എത്രയോ പേര് കഴിവുള്ളവരുണ്ട്, സമ്പത്തുള്ളവർക്ക് മനസ്സമാധാനം ഇല്ലാത്തവരുണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല.
എത്രയോ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ല കഴിവുള്ളവർക്ക് ജോലി കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഭൂമിയിലെ അധികം ആൾക്കാരും ദുഃഖമാണ്. കുറച്ച് ആൾക്കാർക്ക് സമ്പത്തും മറ്റുള്ള എല്ലാ ലെവലിലും നേടാൻ പറ്റുന്നുള്ളൂ. അത് ഈ പേരിൻ്റെ വൈബ്രേഷനാണ്. നിങ്ങൾക്ക് ധാരാളം സംശയങ്ങളുണ്ടാകും. അതൊക്കെ പതുക്കെ ഈ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ, ഏകദേശം 1 വർഷം കാണുമ്പോഴേക്കും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരിൻ്റെ വാല്യൂ ആയ 12 അക്ഷരങ്ങളുടെ എണ്ണമായ 4 കൂടി കൂടുമ്പോൾ 16 ആണെന്നറിയാം. പ്രതീക്ഷയില്ലാത്ത ആപത്താണ് 16 വരുമ്പോൾ. ഇമേജ് പോയി, വിനാശം, ആപത്ത്. ഇപ്പം ജയിലിലാണല്ലോ. പിന്നെ 16ൻ്റെ പ്രത്യേകത യാത്രയെ കാണിക്കുന്നു. യാത്രയിലും ദുര്യോഗം ഉണ്ടാവും. ഇദ്ദേഹം എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? വയനാട്ടിൽ വെച്ച് യാത്രാവേളയിലാണ്. അവിടെയായിരുന്നു. അപ്പം യാത്രയും 16ഉം ഒക്കെയായിട്ട്, അല്ലെങ്കിൽ 7 ഒക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. ഇതിന് മുൻപായിട്ടുള്ള ചില വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ആ കർണാടകയിലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ലേ, അതൊക്കെ 7ആയിട്ടുള്ള സ്വാധീനമായിരുന്നു. ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്? കണ്ണൂർ ആലക്കോട് വെച്ചായിരുന്നു. ആലക്കോടിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7. ബോബി 7ലാണ്, അവിടെയും കൊണ്ടുപോയി 7ആണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13. 13 7 20 ദൂഷ്യം ചെയ്യും. മുമ്പേ പറഞ്ഞില്ലേ 47ൻ്റെ കാര്യങ്ങൾ. അതുപോലെ ഇതും ദൂഷ്യം ചെയ്തു. ആലക്കോടിൻ്റെ വാല്യൂ എവിടെ വെച്ചാണോ ഈ പ്രശ്നം ഉണ്ടായത്, ഹണി റോസിൻ്റെ, ആലക്കോടിൻ്റെ വാല്യൂ 23. ബോബി ചെമ്മണ്ണൂരിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 47. 47ഉം 23ഉം കൂടി കൂടുമ്പോഴെത്രയാണ്? 70. ദാ വന്നിരിക്കുന്നു വീണ്ടും 7ൻ്റെ സ്വാധീനം, സാന്നിധ്യം. 7 അല്പം ബുദ്ധിമുട്ടുള്ള നമ്പറാണ്. എത്ര വീഡിയോസ് ചെയ്തു. ഇനി ഞാൻ 100 കണക്കിന് വീഡിയോ നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ പറയാം. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ വലിയ അഭിപ്രായം പറയാൻ വരരുത്. ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ്. മുറിവൈദ്യന് ആളെ കൊല്ലും. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 12 ദിവസമായിട്ട് എനിക്ക് സമയമില്ല, വ്യക്തമായിട്ട് പഠിച്ചിട്ടില്ല ചെയ്യുന്നത്. ഇദ്ദേഹം ആലക്കോടല്ലാതെ വേറെ എങ്ങും സ്ഥലം ഇല്ലായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇട്ടിട്ടുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത ഇഷ്യൂ ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. കാരണം 7ആണ് അവിടെ നിന്ന് ഒളിച്ച് പാത്ത് അദ്ദേഹത്തെ ഈ രീതിയിൽ ആക്കിയത്. ന്യൂമറോളജിയിൽ വിശ്വസിക്കുന്നവർ ചിന്തിച്ചാൽ മതി. ഇനി ആലക്കോട് ബോബി ചെമ്മണ്ണൂർ 13ഉം ആലക്കോടിൻ്റെ നമ്പർ 7ഉം കൂടിയാകുമ്പോൾ 20. 20 ആലസ്യമാണല്ലോ, തടസ്സം 20. ഈ സംഭവം ഉണ്ടായിരുന്നതാണ് 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയായിരുന്നു. എന്തുകൊണ്ട് 6-ാം തീയതി അല്ല, 5-ാം തീയതി അല്ല, 4-ാം തീയതി അല്ല, 3-ാം തീയതി ഉണ്ടായില്ല, അല്ല 8, 9, 10 തീയതികളുണ്ടായില്ല, 7-ാം തീയതി? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇതെല്ലാം എന്തുകൊണ്ട്? വൈ ദിസ് നമ്പർ 7 ഈസ് ഫോളോവിങ് ഹിം? അല്ലെങ്കിൽ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവരുടെ. ഞാൻ 7കാർക്ക് വേണ്ടി മാത്രമല്ല വീഡിയോ ചെയ്യുന്നത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യുമ്പോൾ ഇതാണ് 7ആണ് കിട്ടുന്നത്. ആലക്കോട്. ഇനി 70ൻ്റെ വാല്യൂ എന്താ? 70ൻ്റെ റിസൾട്ട് എന്താണ്? ഭാഗ്യദോഷം, കലാപം. ഭാഗ്യദോഷമല്ലേ ഉണ്ടായത്. ഒരു സാധാരണക്കാരനല്ല, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റി, കോടതി കയറി. ഇപ്പം സാധാരണക്കാരൻ്റെ ജീവിതമാണെങ്കിലും ശരി, അറിഞ്ഞോ അറിയാതെയോ അവരും കോടതിയിലൊക്കെ പോകാം. നിങ്ങളതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം. 2. ഈ ബോബി ചെമ്മണ്ണൂരിന് അറിയപ്പെടുന്നത് എന്താണ്? ബോച്ചെ എന്ന പേരില്ല. ബോച്ചയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 7. 5 ബോച്ചെ, BOCHE, ബോച്ചെ. 5 വന്നാൽ സാമ്പത്തികമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം നല്ല സമ്പന്നനല്ലേ. നിങ്ങളുടെ പേരിൽ 5 ഉണ്ടെങ്കിൽ, ന്യൂമറിക്കൽ വാല്യൂ 5 ഉണ്ടെങ്കിൽ, അതായത് പേരിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ 5 ഉണ്ടെങ്കിൽ, നിങ്ങൾ ജനിച്ച ഡേറ്റ് 5, 14, 23 തീയതികളിലാണെങ്കിൽ യു ക്യാൻ മേക്ക് മണി. അത് ഏത് വഴിയിൽ നിങ്ങൾ പണം ഉണ്ടാക്കും. മോഷണമാണെന്ന് പറയുന്നില്ല, മോഷ്ടാക്കളിലും ആകാം കേട്ടോ. പണം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളിലേക്ക് പണം വന്ന് ചേർക്കും. അപ്പം മറ്റുള്ള ആൾക്കാർ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അതിൻ്റെ പകുതി പോലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 75% നിങ്ങൾ ഒന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. ഈ സെയിൽസ്മാനൊക്കെ പറ്റുന്ന ഇതാ. സെയിൽസ് മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആൾക്കാർക്ക് ഈ 5-ാം തീയതി 5/14/23 ജനിച്ചവർക്ക് വളരെ സ്യൂട്ടബിളാണ് അവർ എങ്ങനെയെല്ലാം ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യും. 5 നല്ല എനർജി അല്ലേ. എനർജി ഉള്ളതിൻ്റെ പേരിൽ അന്ന് 712 കിലോമീറ്ററൊക്കെ ഓടിയത്.
പിന്നെ ഇവർക്ക് പിന്നെ ആരെയും ദൂഷ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, ഈ 5ൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വീക്ക്നെസ് എന്ന് പറയാൻ പറ്റും. ഇത് അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ആരെയും ചെറുതാക്കില്ല. നിങ്ങളാരും 5-ാം തീയതി ജനിച്ചവരല്ല എന്നുള്ള വിശ്വാസത്തിൽ പറയുകയാണ്. 5 പണവും സെക്സും അല്പം ഇഷ്ടമാണ്, ഓപ്പോസിറ്റ് സെക്സിന് ഇഷ്ടമാണ് എപ്പോഴും. 5 ആരും ചെറുതാക്കില്ല. ന്യൂമറോളജിയുടെ പഠന ക്ലാസ്സാണ്. ഈ പഠന ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം കീറിമുറിച്ചാണ് പറയുന്നത്. ഡോക്ടേഴ്സ് കണ്ടില്ലേ, നേക്കഡ് ബോഡിയൊക്കെയല്ലേ ഓപ്പറേറ്റ് ചെയ്തില്ലേ അവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നഗ്നത വരുന്നുണ്ടോ? ഡോക്ടേഴ്സ് നമ്മൾ പരിശോധിക്കുന്നില്ലേ, ശരീരത്തിന് ഏതൊക്കെ ഭാഗത്ത് പരിശോധിക്കും? അവിടെ അങ്ങനെ സെക്സ് ഇതല്ല, ആ പഠന വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ അതുകൊണ്ട് നല്ല ഗുഡ് സെൻസിലേ ഇതിനെപ്പറ്റി എടുക്കാവുള്ളൂ. ഹെൽത്തി സെൻസോടുകൂടി ഇതൊക്കെ വീക്ഷിക്കാവൂ. നിങ്ങളിനി ഒന്ന് പറയാം, നിങ്ങൾ പെൺകുട്ടിയാണ്, നിങ്ങൾ 5-ാം തീയതി ജനിച്ചവരൊക്കെ ഇങ്ങനെ ഈ സ്നേഹിക്കാൻ വന്നാൽ അത് അല്പം ഒന്ന് സൂക്ഷിച്ചോണേ. അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് പോകാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ പേരിൽ വിപ്ലവം ഉണ്ടായാലും ശരി, ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. ഇവർക്ക് റിസ്ക് ജോബിഷനാണ് 5 ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒറിജിനൽ പേര്, ഒഫീഷ്യൽ നെയിം ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്നാണ്. കോടതിയിലൊക്കെ ലീഗലായിട്ട് പോകുമ്പോൾ ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്ന പേരിൽ. അക്ഷരങ്ങളുടെ എണ്ണം 25. കണ്ടോ, 2 5 7 നിങ്ങൾ ആലോചിച്ച് നോക്കി, 7 എന്താണ് ഇങ്ങനെ വരുന്നത്? അദ്ദേഹം ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇതിനെപ്പറ്റി ചിലപ്പോൾ അറിയണമെന്നില്ല. ന്യൂമറോളജി എല്ലാവരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 7 വീണ്ടും വന്നിരിക്കുന്നു. 25 വന്നു കഴിഞ്ഞാൽ എപ്പോഴും യാത്രയെ പറ്റി പറയുന്നുണ്ട്. 7ൻ്റെ സ്വാധീനം വന്നാൽ 7 16 25 വന്നാൽ യാത്ര. ഇദ്ദേഹം യാത്രാവേളയിലാണ് ഇദ്ദേഹത്തെ പിടിക്കപ്പെട്ടത്. 27 നമ്പർ ഓഫ് ലെറ്റേഴ്സ്. എല്ലാം വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ, സമയത്തിൻ്റെ വിഷയം കണ്ട്. ടോട്ടൽ ഈ ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ 87. അവിടെ അത് പിന്നെ പറയാം. ഇദ്ദേഹത്തെ വയനാട്ടിൽ നിന്നാണ് പിടിച്ചത് പോലീസ്. കേരളത്തിൽ ഇത്രയും ജില്ലകളുണ്ടായിട്ട് വയനാട്ടിലാണല്ലോ അദ്ദേഹം പോയത്. ട്രിവാൻഡ്രത്തോ കോട്ടയത്തോ മറ്റുള്ള ജില്ലകളിലേക്കല്ല പോയത്. വയനാടിൻ്റെ നമ്പർ എത്രയാണ്? വയനാട്ടിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7. അവിടെയും 7 വന്നു. നിങ്ങൾ അതിശയിക്കും, ഞാൻ ഇല്ലാത്തതുണ്ടാക്കി പറയണോ? അല്ല. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിക്കൂടാ, അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് പോയിക്കൂടാ? 7 വയനാട്ടിലേക്ക് പോയി. 7 അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെയേറെ ദൂഷ്യം ചെയ്യുകയാണ്. വയനാട്ടിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 19, 7 അക്ഷരത്തിൽ ഇതിൻ്റെ വാല്യൂ 19, 7 26. അവിടെ 8 അവിടെ കയറിയിട്ടുണ്ട്. ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബിയുടെ അക്ഷരങ്ങളുടെ എണ്ണം 25 വാല്യൂ 87 കൂടി കൂടുമ്പോൾ എത്രയാണ്? 112. 112 എന്നാൽ 1 + 1 + 2 4. അദ്ദേഹത്തിന് ബേസിക്കലി അവിടെ കിടപ്പുണ്ട് 4. ഇതാണ് അദ്ദേഹത്തെ മൊത്തത്തിൽ കൊണ്ട് ഒരു കൺഫ്യൂഷൻ ആക്കിയത്. അല്ലെങ്കിൽ ഈ കാലത്ത് ആരാണ് പുരുഷന്മാർ ചട്ടയും മുണ്ടും ഇട്ട് നടക്കുന്നത്? അദ്ദേഹം പിന്നെ വളരെയേറെ പ്രത്യേകമായ ആക്ടിവിറ്റീസല്ലേ കാണിക്കുന്നത്. ദൂഷ്യമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയുകയല്ല. ആ 4 അദ്ദേഹത്തിന് കൂടെയുണ്ട്. – 25 32. എല്ലാം വിശദമായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ 25 32 വന്നിട്ടുണ്ടല്ലോ. 25 അതായത് ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബിയുടെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 25, വയനാട്ടിൻ്റെ 7. വയനാട്ടിലാണ് അദ്ദേഹത്തിന് 1000 ഏക്കറോളം ഉണ്ടെന്ന് പറയുന്നത്. മിക്കവാറും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ചതിയിലൂടെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടെന്ന് അറിയിച്ചു കൊടുക്കും വീഡിയോ. ഇതാരും കണ്ടുപിടിക്കാത്ത ഒരു രഹസ്യം തന്നെയാണ്. മിക്കവാറും വസ്തുവൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അതിനായിട്ട് ഒരു നല്ല ശ്രദ്ധ ചെലുത്തണം. വസ്തു വിറ്റ് കാശാക്കി ജീവിക്കാൻ പറ്റില്ല, ചതി ഏറെ സാധ്യതയുണ്ട്. ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം. വയനാട്ടിൽ നിന്നും ഇനി അദ്ദേഹത്തിന് ദുരന്തം ഉണ്ടാകും. ഇവിടുത്തെ എതിർകക്ഷിയാരാണ്? ഹണി റോസ്. 20 വർഷമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഹണി റോസാണ് ഇപ്പം ഈ പരാതി കൊടുത്തത്. ഈ ഹണി റോസിൻ്റെ ടോട്ടൽ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണം 9. ഹണി റോസിൻ്റെ. പക്ഷേ ഹണി റോസിൻ്റെ ഒറിജിനൽ നെയിം എന്താണ്? ഹണി റോസ് വർഗീസ് എന്നാണ് പേര്. ഹണി റോസ് വർഗീസ്. ഹണി റോസ് വർഗീസിൻ്റെ
അക്ഷരങ്ങളുടെ എണ്ണം 17, 7 8 കലാപത്തെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ 8-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി ആണെങ്കിൽ നിങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടാകും. ഹണി റോസ് വർഗീസ് 17. അപ്പം നിയമപരമായിട്ട് പോകുമ്പോൾ ഈ 17 എടുക്കുന്നത്. ഹണി റോസ് വർഗീസ് കോടതിയിൽ പോകുമ്പോൾ അവിടെ ഹണി റോസ്ന്നോ ഹണിയോ എന്നോ പറയത്തില്ല, ബോച്ചെ പറയത്തില്ല. ബോച്ചയുടെ ഫുൾ നെയിമേ പറയുള്ളൂ. ചെമ്മന്നൂർ അദ്ദേഹത്തിൻ്റെ ദേവസ്വക്കുട്ടി ബോബിയെ വരുള്ളൂ. അപ്പോൾ 17 അവിടെ ഒരു ചെറിയൊരു കോടതി കയറ്റം. ഹണി റോസ് വർഗീസിൻ്റെ ടോട്ടൽ വാല്യൂ 70. അവിടെ ഹണി റോസിനെയും 70 കൊണ്ടുവന്നു, അല്ലെങ്കിൽ 7 കൊണ്ടുവന്നു. അപ്പോൾ 7കാരറിയാതെ പ്രശ്നങ്ങളുണ്ടാക്കും. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, പല ആൾക്കാരും കമൻറ്റ് പറയാറുണ്ടോ, എനിക്ക് 40 വയസ്സായി, ഞാൻ 7-ാം തീയതി ജനിച്ചാൽ എൻ്റെ പേരിൽ 7 വാല്യൂ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ മക്കളുടെ ഉണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. ശ്രദ്ധിച്ചു, ഭയപ്പെടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ തെളിവ് ഉൾപ്പെടെ പറയുന്നത്. ഇവിടെ പറയുന്നതെല്ലാം തെളിവാണ്, ഊഹാപോഹങ്ങളല്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, യൂട്യൂബിൽ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചാനലല്ല ഇത്. നമ്മുടെ വലിയ സ്റ്റഡി ക്ലാസ്സാണ്. സ്റ്റഡി 70. ഈ 70 ഇവരുടെ പേരിൻ്റെ വാല്യൂ ആയ 70 അക്ഷരങ്ങളുടെ എണ്ണമായ 17 കൂടി കൂടുമ്പോൾ എത്രയാണ്? 70, 10, 80, 87, 8, 15. അവർ വളരെ ആക്റ്റീവല്ലേ? 15. അതിലൂടെ പണവും ഉണ്ടാക്കും. ഈ ഹണി റോസിനെ എല്ലാവരും ഹണി റോസ് വർഗീസ് എന്ന് വിളിക്കത്തില്ല. കൂട്ടത്തിലുള്ള സർക്കിളിലുള്ളവരെല്ലാം ഹണീനെ വിളിക്കുള്ളൂ, ഫുൾ നെയിം വിളിക്കത്തില്ലല്ലോ. നമ്മൾ പറയുമ്പോൾ ഹണി റോസ് എന്ന് പറയും, പക്ഷേ ഫ്രണ്ട് സർക്കിൾ ഹണീന്ന് വിളിക്കും. ഹണി എന്ന പേരിനകത്ത് അതിൻ്റെ വാല്യൂ എത്രയാണ്? 23 23 പണം ഉണ്ടാക്കും. പക്ഷേ ഹണിയിടിക്കാത്ത എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5. 23, 5, 28. 28 വന്നാൽ അവർക്ക് കണ്ടില്ലേ ഇപ്പോൾ നൂലാമാലകൾ. അവരുടെ ഭാവി ഏതാണ്ടൊക്കെ ഒരല്പം ഇനിയൊന്ന് കണ്ടറിയാം, അത് നമുക്ക് വിശദീകരിക്കാം. ഹണി, പിന്നെ ഹണിക്കകത്ത് NE ഉണ്ട് കേട്ടോ. പറയാറില്ലേ, N കഴിഞ്ഞിട്ട് E, I, U, I, O ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും വൗൾസ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം അവരുടെ ജീവിതത്തിൽ ഇപ്പം ഹണി ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് വന്നു, അത് ഈ പ്രായത്തിൽ. പിന്നെ ഇവർക്ക് ഇപ്പോൾ ഇവർ വിജയിച്ചു എന്നൊക്കെ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ അവരെ പറ്റി എത്ര പേരെ പഴി പറയുന്നത്? കാരണം 17ൻ്റെ പ്രത്യേകതയാണ്. 17 നിങ്ങൾ 17-ാം തീയതി ജനിച്ചവരായാലും ശരി, മറ്റുള്ളവർ നിങ്ങളെ അക്യൂസ് ചെയ്യും, കുറ്റപ്പെടുത്തും. എത്രയോ പേര് ഇപ്പോൾ ഹണിയെ കുറ്റപ്പെടുത്തുന്നു. ഹണി അറിഞ്ഞോ അറിയാതെ എങ്ങനെയായാലും ശരി ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നു. 17ൻ്റെ സ്വാധീനമാണ്. ഇപ്പം നരേന്ദ്രമോദിയെ എത്രയോ പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്. 17-ാം തീയതി ജനിച്ചാണ്. അദ്ദേഹം എത്ര പ്രാഗൽഭ്യമുള്ള വ്യക്തിയായാലും ശരി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ഇനിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ മറ്റുള്ളവരുടെ കുഴപ്പമില്ല, 17-ാം തീയതി ജനിച്ചതിൻ്റെ പേരിലാണെന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ 17ൻ്റെ സ്വാധീനമുള്ളതിൻ്റെ പേരിലാണ്. ഭൗതികതയിൽ ഇനി ഹണി റോസ് കാലക്രമേണ ഈ ഭൗതികതയിൽ നിന്നും അല്പം മാറും. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർ ശരിക്കും പല കാര്യങ്ങളും ചിന്തിക്കും. ഇവരുടെ പേരിൽ 70 വന്നതിൻ്റെ പേരിൽ കലഹം, ക്ഷോഭം, പെട്ടെന്നുള്ള തീരുമാനം, പരാജയം ഇതെല്ലാം ഉണ്ടായി. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സിനിമ, റേച്ചിൽ നിന്ന് സിനിമ ഇറങ്ങാൻ പോകുമായിരുന്നു. 10 കോടി രൂപയുടെയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സിനിമയുടെ. പക്ഷേ സിനിമ ഇറക്കിയിട്ടില്ലല്ലോ. അതിപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഇൻഡസ്ട്രിയെ പോലും തകിടം മറിച്ചില്ലേ, കാരണം ഈ 70ൻ്റെ പേരിലാണ്. കോടതി കയറ്റം, 70 കോടതി കയറ്റം, എല്ലാം പരാജയം. ഈ 70 ഹണി റോസിൻ്റെ കാര്യമല്ല, അത് വിട്ടേക്ക്. 70 നിങ്ങളുടെ പേരിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രോണോളജിയില്ല, ന്യൂമറോളജിയിൽ ഒരുപക്ഷെ ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാകും. ചില നിമിഷങ്ങളിൽ ചിന്തിക്കും, ഇത് വേണ്ടായിരുന്നു, ഈ ലൈഫ് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കും. ഹണി റോസ് അങ്ങനെ ചിന്തിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഹണി റോസിൻ്റെ കാര്യമല്ല, നിങ്ങളുടെ പേരിൽ. ഹണി റോസിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ അവരുടെ പേരിൽ 23, 5 കിടക്കുന്നതിൻ്റെ പേരിലും എനിക്ക് ഭയമുണ്ട്, കേസ് കൊടുക്കാം. പണത്തിൻ്റെ ഒരു സാന്നിധ്യം അവരിലുണ്ട്. പിന്നെ നിങ്ങളുടെ പേരിൽ 70 ആണെങ്കിൽ ദാമ്പത്യ ജീവിതമൊക്കെ അല്പം പിന്നീട് ബുദ്ധിമുട്ടാകുമേ. ഞാൻ ഓരോ നമ്പറിൻ്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സും മാത്രമാണ് പറയുന്നത്, കുറവുകളല്ല. ഞാനായിട്ട് സൃഷ്ടിച്ചതല്ല ഈ ഹണി റോസ് എന്നുള്ള പേരും ബോച്ചയും ബോബി ചെമ്മണ്ണൂരും ഒക്കെ. സമൂഹത്തിൽ ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ന്യൂസാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. 87 ആണല്ലോ ഹണി റോസ് വർഗീസിൻ്റെ ടോട്ടൽ വാല്യൂ. അക്ഷരങ്ങളുടെ എണ്ണവും ന്യൂമറിക്കൽ വാല്യൂം കൂടി കൂട്ടുമ്പോൾ 87 ആകുമ്പോൾ 15. അപ്പോൾ വാർദ്ധക്യകാലത്ത് നല്ലതായിരിക്കും അവർക്ക്. കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ച് നാൾ ഇതിപ്പം ബുദ്ധിമുട്ടുണ്ടാകും, ഇതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാകും. പിന്നെ ഇവർക്ക് പൊന്നു എന്ന വീട്ടിൽ പേരുണ്ട്, പൊന്നു, PONNU. പൊന്നുവിൻ്റെ നമ്പറിൽ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 5. അവിടെ സമ്പത്ത് വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്.
അല്ലെങ്കിൽ അവർ ഇനാഗുറേഷൻ വേണ്ടി പോകുമ്പോൾ എന്തെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. സിനിമയിൽ അത്ര വലിയ ഒരു മികച്ച മുൻനിര താരമല്ല, രണ്ടാം നിര ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ഏതായാലും 5ൻ്റെ സ്വാധീനം വന്നുകൊണ്ടാണ് ഈ വേഷവിധാനത്തിൽ പ്രത്യേകത കാണിച്ചുകൊണ്ട് പണം നേടിയത്. വേറെ ഒരു നടിമാർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ലോ അങ്ങനെ. ഇത് കുറ്റമല്ല, നമ്മൾ 5ൻ്റെ സ്വാധീനമാണ് പറയുന്നത്. ഇവർ ജനിച്ച ഡേറ്റ് എന്നാണ്? 5/9/1991 ജനിച്ചത്. 5-ാം തീയതി ജനിച്ചവരെ പറ്റി എപ്പോഴും പറയാറുണ്ട്. 5/14/23 ജനിച്ചവർ പബ്ലിക്കിലേക്ക് ഇടപെട്ടതിന് ശേഷം പബ്ലിക്കിൽ നിന്നും പൈസ മേടിക്കും. അവർ പബ്ലിക്കിലേക്ക് മറ്റുള്ള നടിമാർ വരുന്ന പോലെയല്ലോ. പബ്ലിക്കിൽ ചെന്ന് വേഷവിധാനം കൊണ്ട് തന്നെ അത്ര വലിയ സംഭാഷണ ചാതുര്യമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് കുറച്ച് വാക്കുകൾ, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ 5-ാം തീയതിയാണ് അവർ ജനിച്ചത്. ഇതുകൊണ്ടാണ് സെയിൽസിനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് 5. നിങ്ങൾ കമ്പനിയുടെ MD അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സെയിൽസിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെങ്കിൽ യു പ്രിഫർ നമ്പർ 5. ഇവരുടെ ഫെയ്റ്റ് നമ്പർ വെച്ചാൽ വിധിസംഖ്യയാണ്. 5/9/1991 34 ആണ്. 9, 5, 14, 9, 3, 27, 28, 9, അതെ 34 വന്നു കഴിഞ്ഞാൽ അവിടെ 7 വന്നിട്ടുണ്ട് അവരുടെ കാര്യത്തിൽ. പക്ഷേ 3, 4 കൂടി വരുമ്പോൾ സാമ്പത്തികമായിട്ട് തൽക്കാലം വിഷയമില്ല. കാരണം അവിടെ 5 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജനിച്ച ഡേറ്റ്. ഈ 34 വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഹണി റോസിൻ്റെ കാര്യം പോട്ടെ, നമുക്ക് അവരെ തൊട്ട് കളിക്കാൻ കേരള ജനത ഇനിയൊന്നും ഭയക്കും. തൊട്ടതിനും പിടിക്കാനും പൈസ, കാരണം അവർക്ക് പൈസയുടെ ആവശ്യമുണ്ട് എപ്പോഴും എത്രയുണ്ടെന്ന് പറഞ്ഞാലും. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഫെയ്റ്റ് നമ്പർ, നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷം കൂടി കണക്ക് കൂട്ടുമ്പോൾ 34 ആണെങ്കിൽ കുറുക്ക് വഴി സ്വീകരിച്ചായാലും പണം നേടും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്നില്ല. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാകും 34 വന്നാൽ. അവരിപ്പോൾ കുറുക്ക് വഴി സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വസ്ത്രവിധാനം വ്യത്യസ്തമായ രീതിയിൽ ചെയ്തുകൊണ്ട് അതിനെ കുറുക്ക് വഴിയായിട്ട് എടുക്കാം. മോഷണമെന്നോ പിടിച്ചുപറിയൊന്നോ അല്ല, അവർ ആ രീതിയിൽ പൈസ ഉണ്ടാക്കിയല്ലോ. അവരുടെ ഒരു സെക്ഷ്വൽ അപ്പിയറൻസാണ് ഓഡിയൻസിനെ അത്രയും കൂട്ടിയത്. അവരത് കണ്ടുപിടിച്ചു, അവർ പണം ഉണ്ടാക്കി, അതിന് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരാരെങ്കിലും വിളിച്ചോ അങ്ങോട്ട് ചെല്ലാൻ? ആണുങ്ങൾ തന്നെയല്ലേ ഇടിച്ചു കയറി പോകുന്നത്. ഓഡിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പോൾ 34 സ്വാധീനം കണ്ടാണ് അവർ ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കും. ഈ രീതിയിൽ അവരുടെ കാര്യത്തിൽ വേഷവിധാനത്തിലൂടെ. പക്ഷേ ഈ നേടിയ പണം നിലനിൽക്കത്തില്ല കേട്ടോ. 34 വന്നതിൻ്റെ പേരിൽ 3, 4, 7 അവരുടെ വിധിസംഖ്യയായ 34 വന്നതിൻ്റെ പേരിൽ എങ്ങനെ ഉണ്ടാക്കിയ പണമായാലും ശരി അധികകാലം നിലനിൽക്കത്തില്ല. അത് നിങ്ങൾക്കായാലും അങ്ങനെ ആയിരിക്കും. തൽക്കാലം ഓക്കെ, യു ആർ സാറ്റിസ്ഫൈഡ്. പക്ഷേ പിന്നീട് അത് ഒഴുകിപ്പോകും. പിന്നെ 34 വന്നതിൻ്റെ പേരിൽ 3, 4 അല്ലെ 3+4 അല്ലേ. ഇപ്പം താഴ്ചയിൽ നിന്ന് അവർ ഉയർന്നു വരും. അവർ ശരാശരി നടിയാണ്. പക്ഷേ ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുകയും ചെയ്യും. അപ്പോൾ ഉയർച്ചയിലേക്കാണ് അവർ പോയത്. ഈ 34 വിധിസംഖ്യ വന്നവർ ജനിച്ച ഡേറ്റും മാസവും വർഷം കൂടി കൂട്ടുമ്പോൾ 34 വന്നവരാണ് ഇലോൺ മസ്കിനെ പറ്റി അറിയില്ലാത്ത ആരുള്ളല്ലേ. നമ്മുടെ വിക്രം, ഫിലിം ആക്ടർ, അന്യൻ സിനിമയിലെ നായകൻ, അദ്ദേഹത്തിന് 34 ആണ്. മലയാളത്തിലെ അനൂപ് മേനോൻ 34 ആണ്. പക്ഷേ ദിയർ ഓൺ പ്രോപ്പർ വേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ പ്രോപ്പർ വേയിലല്ലെന്നല്ല പറഞ്ഞാൽ, അവരെക്കാളും അല്പം കൂടെ വ്യത്യസ്തമായ രീതിയിൽ വന്നതിൻ്റെ പേരിലാണ്. ഇലോൺ മസ്ക് കണ്ടില്ലേ, എത്ര ബ്രില്യൻ്റ് അദ്ദേഹം ചിന്തിക്കുന്നത് കണ്ടോ, എത്ര വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹവും. ഇനി ബോച്ചയുടെ കാര്യം എടുക്കുക. ബോച്ചെ 1/4/1962 ജനിച്ചത്. 1-ാം തീയതിയാണ്. 1 അദ്ദേഹത്തിൻ്റെ ലക്കി നമ്പർ. അതെപ്പോഴും ഭാഗ്യശാലിയായിരിക്കും. അറിവുള്ളവരാണ് ഈ 1/4/62 ജനിച്ചവർ. സാമ്പത്തിക നിലയ്ക്ക് ഉയർച്ചയാണ്. ഇദ്ദേഹത്തിൻ്റെ വിധിസംഖ്യ 1/4/62 ജനിച്ചത് 9, 1, 10, 6, 16, 18, 22, 23 ഫെയ്റ്റ് നമ്പർ. 23 ഫെയ്റ്റ് നമ്പർ വന്നാൽ സാമ്പത്തികം ഉണ്ടാകും. പക്ഷേ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കണം. അത് നാമത്തിൽ വന്നാൽ, പേരിൽ വന്നാൽ ഗുരുചന്ദ്രയോഗം എന്നാണ് പറയുന്നത്. ഗുരുചന്ദ്രയോഗം ഇദ്ദേഹത്തിൻ്റെ പേരിലല്ല. വിധിസംഖ്യ 23 വരുമ്പോൾ ശ്രദ്ധ വേണം. പിന്നെ ഒരു കാര്യം വിട്ടുപോലോ, ഹണി റോസ് വർഗീസിനകത്ത് VAR കിടപ്പുണ്ട്. ഇതിന് മുൻപായിട്ട് നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്, നിങ്ങളുടെ പേരിൽ VAR വന്നാൽ വാർ, എവിടെയെങ്കിലും യുദ്ധം ഉണ്ടാകും. ഹണി റോസ്
തോക്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആയുധങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഇതൊരു വാറല്ലേ, കോടതിയിലേക്ക് വിട്ടില്ലേ. അപ്പോൾ നിങ്ങളുടെ പേരിൽ വാറുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പെൺകുട്ടിയിൽ നിന്നും സമൂഹം ഇത് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫേസാണ് സത്യത്തിൽ. പക്ഷെ വാർ അവരെ ഇളക്കി വിട്ടു. കേരളത്തിൽ അറിയപ്പെടുന്നൊരു വ്യവസായിക്കെതിരായിട്ട് ഇത് കൊടുത്തു. വാറാണ്. ഇനി ഹണി റോസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഹണി റോസ് വർഗീസ് കോടതിയിൽ ചെല്ലുമ്പോൾ അങ്ങനെയായിരിക്കും. നിയമപരമായിട്ടെല്ലാം ആ ഫുൾ നെയിം വരും. അല്ലെങ്കിൽ ഹണി റോസ് എന്നാണ് എല്ലാവരുടെയും ജനഹൃദയങ്ങൾ കിടക്കുന്നത്. ഹണി റോസിൻ്റെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം 9. HONEYROS 9 ഹണി റോസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 40. 40 വന്നു കഴിഞ്ഞാൽ 13ൻ്റെ സ്വഭാവമാകും. ഡിഫറെൻ്റ് ആയിട്ടല്ലേ. 13നെ പറ്റി ബോച്ചയെ പറ്റി പറഞ്ഞില്ലേ. 13 എപ്പോഴും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പോൾ ഹണി റോസിൻ്റെ പേരിനകത്ത് 40 വന്നാൽ അവരും ഇങ്ങനെ തന്നെ ചിന്തിക്കും. വേറെ ആരാളും ചിന്തിക്കും. ഇത്രയും വലിയൊരു വ്യവസായി കഴിഞ്ഞ് 20 വർഷമായിട്ട് നല്ല ബന്ധമുള്ള ആൾ, അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുക്കാൻ തോന്നുമോ? ഇല്ല. 40 ഇവരെ സമ്പടി അവർ കൺട്രോൾ ബൈ അതേഴ്സിൽ നിന്ന് എടുക്കാം. 40 13ൻ്റെ സ്വഭാവം. ഇവരുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ 9ഉം ന്യൂമറിക്കൽ വാല്യൂ 40 കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 49. 9 4 13. അവിടെയും 13 വന്നു. അപ്പോൾ ബോച്ചയും ഇവരും വ്യത്യസ്തമായ രീതിയിലാണ് നീങ്ങുന്നത്. 13. ഇതൊക്കെ അവരെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇതാണ് ന്യൂമറോളജിക്കുള്ളിലുള്ള ചില കാഴ്ചപ്പാടുകൾ. 4 5 ഹണി റോസിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 17. ഹണി റോസ് വർഗീസ്. ബോബി ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി 25. 7 5 12 2 3 4 42 വന്നത്. 42 വന്നപ്പോൾ രണ്ടുപേരും നല്ല ഉഷാറായിട്ടല്ല വന്നത്. അതായത് നല്ല ആക്റ്റീവായിട്ടല്ല വന്നത്. 42 അവരെ സഹായിച്ചിട്ടുണ്ട്. രണ്ടുപേരെ തൊഴിൽ സംബന്ധിച്ച്. ബോബി ചെമ്മണ്ണൂർ ഈ 1962 ജനിച്ച അദ്ദേഹം ഇപ്പോഴും നല്ല ചെറുതായിട്ട് നല്ല കൊച്ചു പിള്ളേരെ പോലെയാണ് അദ്ദേഹം. മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നുള്ള വിഷയമല്ല. അത് 13ൻ്റെയും 6 കാരണമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. ഹണി റോസ് കണ്ടില്ലേ, യൂത്തായ ടീനേജ് കുട്ടികളെ പോലെയല്ലേ അവരും പെരുമാറുന്നത്. അത് 6 എപ്പോഴും ഒരു കലാപരമായിട്ട് കഴിവൊക്കെ ഉണ്ട് 6. നല്ല നമ്പറാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത 6 വന്നു കഴിഞ്ഞാൽ പരസ്പരം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളുടെ പേരിൽ 6ൻ്റെ 42 വന്നാൽ നല്ല ഐക്യമുള്ള ജീവിതമായിരിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ 20 വർഷമായിട്ട് ഐക്യമുണ്ടായിരുന്നു. ആ 13ഉം 7 കൂടിയിട്ടാണ് ഈ കുഴപ്പത്തിൽ ചാടിച്ചത്. 4 ഇദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ജഡ്ജ്മെൻറ്റ് നടന്നത് ജാനുവരി മാസം 9 തീയതിയാണ്. ജാനുവരി മാസം 9 തീയതി ബോബി ചെമ്മണ്ണൂരിന് നെഗറ്റീവ് ഡേ ആയിരുന്നു. അത് ന്യൂമറോളജിയിലെ വേറെ കാൽക്കുലേഷൻ കേട്ടോ. എൻ്റെ ക്ലയൻസിന് ഞാൻ നെഗറ്റീവ് ഡേയ്സ് കൊടുക്കാറുണ്ട്. അന്നേ ദിവസം സൂക്ഷിച്ചോണമെന്ന്. ബോബി ചെമ്മണ്ണൂർ ഞാനുമായിട്ട് ഞാനോട് പരിചയമുണ്ടെങ്കിൽ പറയും അന്നേ ദിവസം സൂക്ഷിച്ചോണമെന്ന് പറയും. ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുക്കും. എൻ്റെ ക്ലയൻ്റ് അല്ലല്ലോ. ഒരിക്കലും പോലും പ്രതീക്ഷിക്കാത്ത അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടിട്ടു. നിങ്ങളിൽ ആർക്കെങ്കിലും തിക്തമായ അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡേയിലായിരിക്കും ഏറെ സാധ്യത. ഇനി അഥവാ നെഗറ്റീവ് ഡേയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചു എന്ന് വയ്ക്കുക, ആ പിന്നീട് പരാജയത്തിലായിരിക്കും. സമയം 38. ഇവിടെ അടുത്തൊരു വ്യക്തിക്ക്, ഇവിടെ ദുബൈയിൽ ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ നെഗറ്റീവ് ഡേ ഒക്കെ കൊടുത്തിരുന്നു. ആ നെഗറ്റീവ് ഡേയിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു പോർഷൻ ഈ പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായി. എന്നെ വിളിച്ചു പറഞ്ഞു, സാർ ഇന്ന് നെഗറ്റീവ് ഡേ ആയിട്ട് പാസ്സായല്ലോ. ഞാൻ നോക്കി വന്ന് ശനിയുടെ സ്വാധീനമുണ്ട്. ഓക്കെ. പക്ഷേ പിന്നീട് അവർ ഒരു ടെസ്റ്റിന് പാസ്സായിട്ടില്ല. ഇന്ന് അവർ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുക. കഴിഞ്ഞ ദിവസം അന്വേഷിച്ചു. അതായത് നെഗറ്റീവ് ഡേയിൽ ചില കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഇല്ലാതാകും. അപ്പോൾ നെഗറ്റീവ് ഡേ ജാനുവരി മാസം 9 തീയതിയാണ് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടത്. പെരിക്കൽ റഫ് നോട്ട് ഫ്ലെക്സിബിൾ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി. ഇദ്ദേഹത്തിന് പേജ് എവിടെ ഇല്ലേ, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കണക്കൂട്ട്. 3 അല്ലേ. ഒരു രസകരമായ കാൽക്കുലേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല കേട്ടോ. വയനാട്ടിൽ നിന്നാണല്ലോ പിടിച്ചത്. വയനാട്ടിൻ്റെ നമ്പർ 7. വയനാട്ടിൽ നിന്നും
പോലീസുകാർ 7 മണിക്കൂർ യാത്ര ചെയ്യിച്ചിട്ടാണ് കൊണ്ടുപോയത്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ എന്തുകൊണ്ടാണ് 7 മണിക്കൂർ വന്നത്? ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല, TV ന്യൂസിലുണ്ട്. 7 മണിക്കൂർ യാത്ര ചെയ്തു, എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും ദഹിക്കത്തില്ല. പക്ഷേ എൻ്റെ തൊഴിൽ ഇതായതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ ഗവേഷണം നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ കൗതുകം ഉണർത്തുന്ന ഒരു സബ്ജക്റ്റ് അതിൻ്റെ പേരിലാണ് ചിന്തിക്കുന്നത്. 7 മണിക്കൂറാണ് അദ്ദേഹത്തെ യാത്ര ചെയ്യിപ്പിച്ചത്. ചെമ്മണ്ണൂർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 7:30 അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇപ്പം 7 ഇതാണ് ദുരിതം പിടിച്ച നമ്പറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ, നിങ്ങളുടെ കാര്യമൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റാണ്. ഇവിടെ ഉണ്ടായ സംഭവമാണ് ന്യൂമറോളജിയിലൂടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇനിയും പറയാനുണ്ട്. ഹണി റോസിൻ്റെ കാര്യം അല്പം ബുദ്ധിമുട്ടാകും. ഇപ്പോൾ അവർക്ക് ഈ വർഷം കുഴപ്പമില്ല, ഈ വർഷം അവർ കേസിലൊക്കെ ഒരു പരിധിവരെ വിജയിക്കും. അതുകൊണ്ടാണല്ലോ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോച്ചയെ കൊണ്ട് ജയിലിലിട്ടത്. ഇവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇനി വരാൻ പോകുന്നത് ഇത് 2025 അടുത്ത വർഷം, ഒരു 1.5 വർഷം, ഈ വർഷം കംപ്ലീറ്റും പിന്നെ അടുത്ത വർഷം ജൂൺ മാസം കഴിയുമ്പോൾ പിന്നീട് അവരുടെ ബുദ്ധിമുട്ടാവും അവർ. ഇപ്പോൾ അവർക്ക് ഫണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇനാഗുറേഷന് പോയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 1.5 വർഷം കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും. നമുക്ക് നേരിട്ട് കാണാം. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെയേറെ ബുദ്ധിമുട്ട്. കാലാന്തരത്തിൽ അവർ ഈ മേഖലയെല്ലാം വിട്ടു. അത് നമുക്ക് ചിന്തിക്കാം. ആ സമയത്ത് സൗന്ദര്യം കുറയില്ല. ഇപ്പോൾ സൗന്ദര്യം വിറ്റല്ലേ ഫിലിം ആക്ടേഴ്സൊക്കെ പൊതുവേ ചില ആൾക്കാർ ജീവിക്കുന്നത്. അവരും സൗന്ദര്യം വിറ്റാണ് ജീവിക്കുന്നത്. വിൽക്കുക എന്ന് വെച്ചാൽ ഓരോ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്നു. സൗന്ദര്യം വിൽക്കുന്നതും ശരീരം വിൽക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം വിറ്റല്ലേ ജീവിക്കുന്നത്. ഇപ്പോൾ ഇതെന്താ അഭിനയ ശേഷിയും അദ്ദേഹത്തിന് ഇവരുടെ സൗന്ദര്യമൊക്കെ പോകുന്നുള്ളതല്ല. എന്നും ഇങ്ങനെ യൂത്തായിട്ടിരിക്കത്തില്ല. അവരുടെ നമ്പർ അനുസരിച്ചുകൊണ്ട് 1.5 വർഷം കഴിയുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ധാരാളം കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുണ്ട്. രാഹുൽ ഈശ്വറിനെ പറ്റി പറയാനുണ്ട്. രാഹുൽ ഈശ്വറിനെ പറ്റി വെറുതെ ഒന്ന് പറയാം. ഈശ്വറിനകത്ത് കണ്ടോ, ESWIR അദ്ദേഹത്തിൻ്റെ പേരിനകത്ത് വാർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു കലാപം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന് എതിരല്ല കേട്ടോ. ഞാൻ ഇവർക്ക് ആർക്കും സപ്പോർട്ടുമല്ല എതിരുമല്ല. എനിക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു മമതയില്ല. ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളും ഇങ്ങനെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാവൂ. ആരോടും സപ്പോർട്ട് കൊടുക്കരുത്. ദൂഷ്യങ്ങളുണ്ട് പറഞ്ഞു കൊടുക്കണം. പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഴിവുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ മാന്യമായ രീതിയിൽ ഈ ഒറ്റ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ആരെങ്കിലും അഭിപ്രായം പറയാൻ വരരുത്. ചുട്ട മറുപടി ഞാൻ തന്നിരിക്കും, വ്യക്തമായ രീതിയിൽ തരും. പിന്നെ ആരെങ്കിലും നല്ല അന്തസ്സായിട്ട് പേരൊക്കെ വെച്ചുകൊണ്ട് എഴുതാവുള്ളൂ. ഒളിച്ചും പാത്ത് നിന്ന് എഴുതരുത്. കാരണം എൻ്റെ പേരിലും 13 ലെറ്റേഴ്സാണ്. അതാണ് എന്നെ ഈ രീതിയിൽ മറുപടി പറയിക്കാനുള്ള പ്രാപ്തി തരുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.